നമസ്കാരം. പൈനീർ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ദശാംശ സംഖ്യകളാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതിൽ സങ്കലനവും വ്യവകലനവും ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് ഗുണനം ഹരണം ഒക്കെയാണ് പഠിക്കാനുള്ളത്. നോക്കിയാലോ. 6 ഇൻറ്റു 0.6 ഇൻറ്റു 0.006 ഇതിനെ ഗുണിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ദശാംശം ഇല്ല എന്ന രീതിയിൽ അങ്ങ് ഗുണിച്ചാൽ മതി. ആദ്യം നോക്കിയേ, 6 ഇൻറ്റു 6 36, 36 ഇൻറ്റു 6 ഈ 6ഉം ഈ 6ഉം കൂടെ ഗുണിക്കുക 36, പിന്നെ എന്നിട്ട് അതിനെ 6 കൊണ്ട് ഗുണിക്കുക. 6 36, 3 21, 216 എന്ന് കിട്ടി. 216 അല്ലേ? ഇനിയോ ഇതിന് എത്ര ദശാംശ സ്ഥാനങ്ങൾ ഉണ്ട് എന്ന് നോക്കണം. ഇതിന് 1 2 3, ഇതിന് 1 3 1 4 ദശാംശ സ്ഥാനം ആകെയുണ്ട് എല്ലാ സംഖ്യക്കും കൂടെ അല്ലേ? അപ്പോൾ 4 ദശാംശ സ്ഥാനം മാറ്റി ഇടത്തോട്ട് മാറ്റി വേണം ദശാംശം ഇടാൻ. 1 2 3 ഉള്ളെങ്കിൽ ഒരു 0 കൂടെ ഇട്ടിട്ട് ഇവിടെ ഇടണം. ഇവിടെ ഇതാണ് ആൻസർ. ഇവിടെ ഒരു 0 ഉണ്ടോ, 0.0216 എന്ന് ആൻസർ. എങ്ങനെയാണ് സംഖ്യകൾ ദശാംശം ഇല്ലാതെ ഗുണിക്കുക, എന്നിട്ട് ആകെ എത്ര ദശാംശ സ്ഥാനം ഉണ്ടോ അത്രയും ഇടതുവശത്തേക്ക് മാറ്റി ദശാംശ സ്ഥാനം ഇടുക. 6 ഇൻറ്റു 6 36 ഇൻറ്റു 6 36, 3 21, 216 എന്ന് എഴുതി. എന്നിട്ടോ ഇതിനകത്ത് 3 സ്ഥാനമുണ്ട് ഉണ്ടോ, 1 2 3. ഇതിലോ 1 3 1 4 ദശാംശ സ്ഥാനം ആകെയുണ്ട്. അപ്പോൾ എണ്ണണം. 1 2 3 ഉള്ളൂ ഇവിടെ. അപ്പോൾ ഒരു 0 കൂടി ഇട്ടിട്ട് ഇവിടെ ദശാംശ സ്ഥാനം ഇട്ടാൽ ഉത്തരവായി. ഇനി ഇത് ഗുണിച്ച് നോക്കാം. ഇതുണ്ട്, ദശാംശം ഇല്ലാതെ ആദ്യം എഴുതണം കേട്ടെ. 2 ഇൻറ്റു 2 ഇൻറ്റു 2, 2 2 4, 4 2 8 എഴുതി. പിന്നെയോ ഇതിന് എത്രയുണ്ട് ദശാംശ സ്ഥാനം? 1, ഇതിന് 1 2, ഇതിനൊന്ന് 3, 3 ദശാംശം മാറ്റി കുത്തിരണം. ഇവിടെ 1 അല്ലേ ഉള്ളൂ. അപ്പോൾ എന്നാ ചെയ്യണം? ഇപ്പോൾ 2 ആയി, ഇപ്പോഴാണ് 3 ആയത്. ദശാംശ സ്ഥാനം ഇട്ട് ഇപ്പുറത്തൊരു 0 ഇട്ട് ഇങ്ങനെ വേണം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അടുത്ത് നോക്കിക്കേ, 5.02 ഇൻറ്റു 1.1 ഇൻറ്റു 0 ഇൻറ്റു 3.1. അത് എങ്ങനെ എഴുതും? ഇതുണ്ടോ, ശ്രദ്ധിക്കുക. 5.02 ഇൻറ്റു 1.1 ഇൻറ്റു 0 ഇൻറ്റു 3.1 ഇങ്ങനെ ഉണ്ടെങ്കിൽ ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഗുണിച്ചാൽ എത്രയായിരിക്കും ആൻസർ? 0 ആയിരിക്കും. ഇപ്പം നമ്മൾ ഗുണിക്കാനേ പോകേണ്ട കാര്യമില്ല. ഇത് എത്ര കിടന്നോട്ടെ, ഇടയ്ക്ക് ഒരു 0 കൊണ്ട് ഗുണനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഗുണനം മാത്രമേ ഉള്ളൂ, ഹരണോ സങ്കലനോ വ്യവകലനോ ഒന്നുമില്ലല്ലോ. അപ്പം ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഗുണിച്ചാൽ, ഇതെല്ലാം ഗുണിച്ചിട്ട് 0 കൊണ്ട് ഗുണനം വരും. അപ്പോൾ എത്രയായിരിക്കും ആൻസർ? 0 ആയിരിക്കും. നമ്മൾ ഗുണിക്കാൻ പോകേണ്ട കാര്യമേ ഇല്ല അല്ലേ? കാരണം ഇടയ്ക്കൊരു 0 ഉണ്ട്. അതിന് ഈ സംഖ്യകളൊക്കെ ഗുണിച്ചിട്ട് 0 കൊണ്ട് കൂടെ ഗുണിക്കുമ്പോൾ 0 ആയിരിക്കും ആൻസർ. ഇത് നോക്കിയേ, 0.1 ഇൻറ്റു 0.01 ഇൻറ്റു 1001. അതെങ്ങനെ ഗുണിക്കും? നമ്മൾ ഈ പോയിന്റ് ഇല്ലാതെ ഗുണിക്കുക. 1001-നെ ഈ 1001 ഇൻറ്റു 1 എത്രയാണ്? 1001 തന്നെ. വീണ്ടും അതിനെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 1001 തന്നെ. അപ്പം 1001 തന്നെ കിട്ടും അല്ലേ? എന്നിട്ട് എത്ര ദശാംശ സ്ഥാനം മാറ്റിയിടണം നോക്കിയേ. ഇതിന് ദശാംശ സ്ഥാനം ഇല്ല, ഇതിന് 1 2 സ്ഥാനം, ഇതിന് 1 സ്ഥാനം, 2 1 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. 1 2 3 ഇവിടെ ഉണ്ടോ, പോയിന്റ് ഇടുക. ഇങ്ങനെയാണ് ഗുണനം. എളുപ്പമല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം ഇടയ്ക്ക് ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 0 കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് ഗുണിച്ച് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇത്രയാണ് ഗുണനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത് നമുക്ക് ഹരണം നോക്കാം.